ദുബൈയിൽ ഏഷ്യ കപ്പ് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആവേശ കപ്പ്. ദുബൈയിൽ സൂപ്പർ സൺഡേ. ഏഷ്യ കപ്പ് ചരിത്രത്തിലാദ്യമായി ഫൈനൽ പോരാട്ടത്തിൽ ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. സൂപ്പർ 4 പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ 41 റൺസിന് ഭാരതം തോൽപ്പിച്ചതോടെയാണ് പാകിസ്ഥാൻ ഫൈനലിലേക്ക് യോഗ്യത നേടിയത്. അതേസമയം കളിയിലെ മോശം പെരുമാറ്റത്തിന് പാക് താരങ്ങൾക്ക് നോട്ടീസ് നൽകി. കളിയിൽ മാത്രം ശ്രദ്ധിക്കാൻ താരങ്ങൾക്ക് പാക് കോച്ച് താക്കീതും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ള ചേരുകയാണ്. പ്രദീപ് പിള്ള, ഇത് ഈ ഏഷ്യ കപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഭാരതവും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നല്ലോ. ശരിയാണ് ഗൗതം. 41 വർഷമായി ഏഷ്യ കപ്പ് പോരാട്ടങ്ങൾ തുടങ്ങിയിട്ട് 17 ടൂർണമെന്റും കഴിഞ്ഞു. ആദ്യമായാണ് ഫൈനലിൽ ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അത് ചരിത്രവുമാണ്. ഇന്നലത്തെ കളി സെമി ഫൈനൽ ആയിരുന്നു എല്ലാ അർത്ഥത്തിലും. ഈ സൂപ്പർ 4 മത്സരങ്ങളിൽ എല്ലാ ടീമുകളും 4 ടീമും പരസ്പരം മത്സരിച്ചുവെങ്കിലും ഒരു സെമി ഫൈനൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നലെ ജയിക്കുന്ന ടീം ഫൈനലിൽ ഭാരതത്തിന്റെ എതിരാളികളാകും എന്നുറപ്പിച്ചാണ് വാശിയേറിയ പോരാട്ടം നടന്നത്. പാകിസ്ഥാനെ വിറപ്പിക്കാൻ ബംഗ്ലാദേശിനായി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയം. 50 റൺസ് പോലും എടുക്കുന്നതിന് മുമ്പ് 5 പാക് മുൻനിര ബാറ്റ്സ്മാൻമാരെ മടക്കാൻ ബംഗ്ലാദേശിന്റെ ബോളർമാർക്ക് കഴിഞ്ഞു. പക്ഷേ അവരുടെ അനുഭവ സമ്പത്തിന്റെ ഒരു മെച്ചത്തിൽ പാകിസ്ഥാൻ പോരാടുകയും 11 റൺസ് വിജയം നേടുകയും ചെയ്തു ബംഗ്ലാദേശിന് മേൽ. അവസാന ഓവർ വരെ ഇതിന്റെ ഒരു സസ്പെൻസ് നീണ്ടു നിന്നു എന്ന് വേണം പറയാൻ. പോരാടി തന്നെയാണ് ബംഗ്ലാദേശ് കീഴടങ്ങിയത്. ഇനി ഇന്ത്യ പാക് പോരാട്ടത്തിലേക്ക് കടന്നാൽ 41 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഭാരതവും പാകിസ്ഥാനും ഒരു ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ പഴയ ശക്തികളല്ല. പാകിസ്ഥാനെ ഒരു എൽ ക്ലാസിക്കോ മോഡലിൽ വിശേഷിപ്പിക്കാനാവില്ല. പക്ഷേ രാജ്യാന്തര ക്രിക്കറ്റ് പ്രേമികൾ എന്നും കാത്തിരിക്കുന്നത് ഒരു ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് വേണ്ടി തന്നെയാണ്. കാരണം അതിന്റെ ഒരു പാകിസ്ഥാനെ തോൽപ്പിക്കുന്നതിന്റെ ഒരു സന്തോഷമായിരിക്കാം, അതിന്റെ ഒരു വാശിയായിരിക്കാം, ഒരുപക്ഷെ അതിന്റെ ഒരു ആവേശ കൊടുമുടിയിൽ കാണികൾ എത്തുന്നത് കൊണ്ടാവാം. ഏതായാലും ഇതിനിടയിൽ ഈ ടൂർണമെന്റിൽ 3-ാം വട്ടമാണ്. പ്രാഥമിക റൗണ്ടിലും സൂപ്പർ 4ലും 2 വട്ടം ജയിച്ച ഇന്ത്യ 3-ാം വട്ടമാണ് പാകിസ്ഥാനെ നേരിടുന്നത്. കഴിഞ്ഞ 8 മത്സരങ്ങളിൽ 7 വട്ടവും ജയിച്ച് പാകിസ്ഥാൻ കൃത്യമായ ആധിപത്യം പുലർത്തി വരികയാണ്. അതാണ് കളിക്ക് മുമ്പുള്ള വാർത്താ സമ്മേളനത്തിൽ സൂര്യകുമാർ യാദവിനോട് ചോദിച്ചത്, നിങ്ങൾ ഇപ്പോഴും വാശിയേറിയ പോരാട്ടം, തുല്യ ശക്തികൾ എന്നൊക്കെ എന്തർത്ഥത്തിലാണ് വിശേഷിപ്പിക്കുന്നത്? ദയവായിട്ട് കഴിഞ്ഞ കുറെ കാലത്തെ റെക്കോർഡ് നോക്കൂ എന്നുള്ളതാണ്. ഇതേ തുടർന്നാണ് മറ്റൊരു വിവാദത്തിനും തിരികൊളുത്തിയിരിക്കുന്നത്. പാകിസ്ഥാന്റെ താരങ്ങൾ ഫീൽഡിൽ കാണിച്ച, അതായത് തോൽവി മുന്നിൽ കണ്ടപ്പോഴൊക്കെ പാക് താരങ്ങൾ, പ്രത്യേകിച്ച് ഹാരിസ് റൌഫും ഷാഹിദ് സാദ ഫർഹാനും ഒക്കെ 21-ന് നടന്ന കളിയിൽ ഗ്രൗണ്ടിൽ കാണിച്ച ചില ആംഗ്യ വിക്ഷേപങ്ങൾ ICCയുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. അതിന്റെ ഹിയറിംഗിനായി ICC ഇരുവരെയും വിളിപ്പിച്ചിരിക്കുകയാണ്. അവരുടെ പരാതി, പാകിസ്ഥാനും ICCക്ക് പരാതി നൽകി. അതായത് സൂര്യകുമാർ യാദവ് പാകിസ്ഥാനെ തോൽപ്പിച്ച ശേഷം ആ ജയം പഹൽഗാമിൽ വീണ ഭാരതത്തിന്റെ മക്കൾക്ക് സമർപ്പിച്ചു. ഭാരതീയ സേനയ്ക്ക്, ഓപ്പറേഷൻ സിന്ദൂർ നയിച്ച ഭാരതീയ സേനയ്ക്ക് സമർപ്പിച്ചു. ഇത് രാഷ്ട്രീയമാണെന്നും രാഷ്ട്രീയ പ്രസ്താവനയ്ക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സൂര്യകുമാർ യാദവിനെതിരെ പരാതി നൽകിയത്. പക്ഷേ മാച്ച് റഫറി റിച്ചി റിച്ചർഡ്സൺ ഇദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഉപദേശിച്ച് വിടുകയാണ് ചെയ്തത്. പക്ഷേ അതിനേക്കാൾ രൂക്ഷമായ ആരോപണങ്ങളും നടപടികളുമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഫാസ്റ്റ് ബോളർ ഹാരിസ് റൌഫും ഓപ്പണർ ഷാഹിദ് സാദ ഫർഹാനും. അതായത് ഇവർ കളിയിൽ റൌഫിനെ കാണികൾ കൂകി വിളിച്ചു. കഴിഞ്ഞ ഒരു പോരാട്ടത്തിൽ 2022-ൽ നടന്നൊരു പോരാട്ടത്തിൽ തുടർച്ചയായി വിരാട് കോഹ്ലി റൌഫിനെ 6 പറത്തിയിരുന്നു. അത് ഓർമ്മിപ്പിച്ചുകൊണ്ടുണ്ടായ ആരവങ്ങൾക്കിടയിലാണ് വിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തുന്നതായിട്ടുള്ള ആംഗ്യവിക്ഷേപം റൌഫ് കാണിച്ചത്. അതുപോലെ തന്നെ ഷാഹിദ് സാദ ഫർഹാൻ ആവട്ടെ ആകാശത്തേക്ക് വെടിവെക്കുന്ന ആംഗ്യവിക്ഷേപം കാണിച്ചു. ഇത് രണ്ടിനും എതിരെ ആണ് ഭാരതം പരാതി നൽകിയതും ICC മാച്ച് റഫറി ഇവരെ വിളിപ്പിച്ചിരിക്കുന്നതും. ഈ ടൂർണമെന്റ് ഉടനീളം പാകിസ്ഥാൻ കളിയേക്കാൾ ഏറെ ശ്രദ്ധിച്ചത് വിവാദങ്ങളിലായിരുന്നു. തോൽവി മുന്നിൽ കണ്ടപ്പോൾ, തിരിച്ചടികൾ നേരിട്ടപ്പോഴെല്ലാം പ്രകോപനപരമായ നടപടികളാണ് കളിക്കളത്തിൽ പാക് താരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷെ ഇതൊന്നും വകവയ്ക്കാതെ
അഭിഷേക് ശർമ്മ അടക്കമുള്ള താരങ്ങൾ നിറഞ്ഞാടിയപ്പോൾ പാകിസ്ഥാന് കീഴടങ്ങിയല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. അങ്ങനെയാണ് സഹികെട്ട് പാകിസ്ഥാന്റെ കോച്ച് മൈക്ക് ഹെസൻ താരങ്ങളെ ഉപദേശിച്ച് നിങ്ങൾ വിവാദങ്ങൾക്ക് പിന്നാലെ പോകാതെ കളിയിൽ ശ്രദ്ധിക്കൂ എന്ന പാകിസ്ഥാന്റെ കോച്ച് അവരെ ഉപദേശിച്ചിരിക്കുകയാണ്. എന്തായാലും മറ്റൊരു സൂപ്പർ സൺഡേ എന്ന് തീർച്ചയായിട്ടും പറയാം. കാര്യം എല്ലാ ക്രിക്കറ്റ് പ്രേമികളും കാത്തിരിക്കുന്ന ഒരു പോരാട്ടമാണ് ഞായറാഴ്ച ദുബായിൽ നടക്കാൻ പോകുന്നത്. ഗൗതം, ഞായറാഴ്ച ഒരു സൂപ്പർ സൺഡേ ആയി മാറുകയാണ്. ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുന്ന മറ്റൊരു ഫൈനൽ മത്സരം വരുന്നു. ഏഷ്യാ കപ്പ് ചരിത്രത്തിലാദ്യമായി ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഏറ്റവും കൂടുതൽ തവണ ഏഷ്യാ കപ്പ് കിരീടം നേടിയിട്ടുള്ളത് ഭാരതമാണ്. നിലവിലെ ചാമ്പ്യന്മാർ ഭാരതമാണ്. പക്ഷേ ഒരു പാകിസ്ഥാൻ ഭാരത് പോരാട്ടം ഏഷ്യാ കപ്പിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇരു രാഷ്ട്രങ്ങൾക്കും ഇടയിലുണ്ടായിട്ടുള്ള പിരിമുറുക്കം അത് കളിക്കളത്തിലേക്ക് മാറിയിരുന്നുവെന്ന് കഴിഞ്ഞ 2 മത്സരങ്ങളിൽ നമ്മളത് കണ്ടതാണ്. താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടലിൻ്റെ വക്കിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനാൽ സ്വാഭാവികമായും ഫൈനലിലേക്ക് എത്തുമ്പോൾ അത് കൂടുതൽ രൂക്ഷമാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയാണ് ഈ വരാൻ പോകുന്ന നിർണായക മത്സരത്തിൻ്റെ റിപ്പോർട്ടുകൾ വളരെ വിശദമായി പങ്കുവച്ചത്.